Hi dears, welcome back to our family. അപ്പം 2-3 ദിവസമായി നമ്മുടെ വീഡിയോസൊക്കെ പെൻഡിങ് ആണ്. പെൻഡിങ് മീൻസ് ഇടാറില്ല, ഞാൻ എടുക്കാൻ സമയം കിട്ടിയാലും കണക്കാണ്. ഇവിടെ കറണ്ട് കട്ടിങ്ങും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. വൈഫൈയിലാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളത്. കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ പോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ്. പിന്നെ മഴ, ഒരുമാതിരി വൃത്തികെട്ട മഴയും കാറ്റും. സോ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വീണ് അതുകൊണ്ടിട്ട് ഇന്നലെ പോയ കാരണം ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മഴയത്ത് പിള്ളേരെ കൊണ്ടിട്ട് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാണ്ടിട്ട് വീട്ടിലിങ്ങനെ ചടച്ചു മൂടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ. പലയിടത്തും വെള്ളമൊക്കെ കയറുന്നുണ്ട്. വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഇവിടെ കണക്കിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകണമെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് സേഫായിട്ട് സെക്യൂറായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ ഓക്കെയാണ്, ബേബീസ് 2 ആളും ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ല, ദൈവം സഹായിച്ചു ഇതുവരെ. പിന്നെ ഗോഗു വന്നൊന്ന് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗോഗു വന്നിട്ടില്ല. പുള്ളിക്കാരന് തോന്നുമ്പോഴായിരിക്കും ഇനി വരുന്നത്. എന്നത്തേക്കാണ് എന്നൊന്നും കൺഫേം ആയിട്ടില്ല. നെക്സ്റ്റ് വീക്ക് മേ ബി ഉണ്ടാവും. പിന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഓർക്കുമ്പോൾ അത് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഇടയ്ക്ക് ഏറ്റവും തോന്നിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ കണ്ടിട്ടുണ്ടാവും മേ ബി. എൻ്റെ ഡെലിവറി ടൈമിൽ എൻ്റെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എക്സസൈസ് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേച്ചീൻ്റെ വീഡിയോ തന്നെയാണ്. ചേച്ചിയുടെ ഒരു 4 വർഷം മുമ്പേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് വർക്കാവുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തു നോക്കി. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഞാനിതിങ്ങനെ മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മേ ബി വേദന കുറയാനുള്ള ചാൻസസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പം പെയിൻ വരുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമുക്ക് നോർമലി ഒരു ഡെലിവറി പെയിൻ വരുന്നത് 3 സ്റ്റേജായിട്ടാണ്. അതായത് ആദ്യത്തെ പെയിൻ വരുന്നത് ചെറിയൊരു വേദനയായിരിക്കും. ഭയങ്കര വലിയ വേദനയൊന്നും അല്ല, ചെറിയ വേദനകളൊക്കെ ആയിരിക്കും. എനിക്ക് വയറുവേദനയായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല. ചിലർക്ക് ബാക്ക് പെയിൻ, ചിലർക്ക് ഇടുപ്പ് വേദന, നടുവേദന, അങ്ങനെയൊക്കെയാണ് വരുന്നത്. എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് വന്ന പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആവുന്ന ടൈമിൽ നോർമലി എല്ലാ ഗേൾസിനും ഉണ്ടാവുന്ന നമുക്ക് അടിവയറ്റിലുള്ള ആ ഒരു വേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ഈ തേർഡ് സ്റ്റേജ് വരെയും ആ വേദന മാത്രമായിരുന്നു. നടുവേദന ഒന്നും എനിക്കില്ലായിരുന്നു. ചിലർക്ക് നടുവേദന വരാം. അത് ആർക്കൊക്കെയാണ് എന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ പെയിൻ വന്നത് എങ്ങനെയായിരുന്നു? നടുവേദനയായിരുന്നോ, വയറുവേദനയായിരുന്നോ, ഈ പീരീഡ്സ് ടൈമിലുള്ള വേദനയായിരുന്നോ, എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. കാര്യം ഇപ്പം ഡെലിവറി നോക്കിയിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടിട്ടാണ് ഞാനത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പെയിൻ വരുന്നത് 3 സ്റ്റേജായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ പെയിൻസ് ആണ്. അതുപോലെ കൺട്രാക്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ വയറ് നന്നായിട്ട് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് കൈവച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല രീതിയിൽ ടൈറ്റ് ആവുമെന്ന് അറിയാൻ പറ്റും. ഇടയ്ക്ക് എനിക്ക് ഒരു 7 മന്ത്സ് തൊട്ടിട്ട് എനിക്ക് കൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി ഇന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 35 വീക്സ് ആയി. അപ്പം അടിവയറ്റിൽ വേദന, വയറ്റിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. അടിവയറ്റിലല്ല വേദന വരുന്നത്. നമുക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു വേദന, അതുപോലെ തന്നെ കൺട്രാക്ഷൻസ്, വയറ് മുറുകുന്ന ആ ഒരു ഫീൽ, അത് നോർമലാണ്. നമുക്ക് 36 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 36 വീക്സ് ആക്കി കഴിഞ്ഞാൽ ബേബി മെച്യൂർഡാണ്. അതായത് പ്രീമെച്യൂർ ബേബി ആയിരിക്കില്ല. അതായത് കറക്റ്റ് ഒരു വളർച്ച എത്താത്ത കുട്ടി എന്ന ലെവലിലായിരിക്കും. 36 വീക്സ് ആക്കി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെലിവറി നടക്കാം. എനിക്ക് ആദ്യത്തെ ഡെലിവറി 38 വീക്സിലാണ്, രണ്ടാമത്തത് 40 വീക്സിലാണ്. അപ്പോൾ ആർക്കും
പറയാൻ പറ്റില്ല, എപ്പോഴായിരിക്കും ഡെലിവറി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് 33-ലും 34-ലും ഒക്കെ നടക്കുന്നവരുണ്ട്. ഇതിപ്പം 35 ആയില്ലേ, നമുക്ക് ഡെലിവറിയോട് അടുത്ത് കഴിഞ്ഞു, നമ്മൾ മെച്യൂർ ബേബിയാണ്. നമുക്ക് ഹെഡ് ഫിക്സ് ആവുന്ന ടൈമിലാണ് ആ ഒരു ചെറിയ വേദന, അടി വയറ്റിലുള്ള വേദന ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വയറ്റിലുള്ള ചെറിയ ചെറിയ അസ്വസ്ഥ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുകയാണ്, കുഞ്ഞിന് അനക്കക്കുറവൊക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ട് എന്താണ് എന്ന് ചെക്ക് ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ NST എടുക്കുക, NST എന്ന് തന്നെയല്ലേ പറയുന്നത്, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പെയിനോ അതുപോലെ കൺട്രാക്ഷൻസ് വരുന്നത് നോർമലാണ്. ഈ 28 വീക്സ് 27 വീക്സ് തൊട്ടിട്ടൊക്കെ നമുക്ക് ഈ കൺട്രാക്ഷൻസും ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് നോർമലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ്, ചെറിയ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ സ്പോട്ടിങ്ങോ ഒക്കെ കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോകാം. വെറുതെ ടെൻഷൻ എടുത്ത് വെച്ചിട്ട് BP കൂട്ടാനോ എടുക്കാനോ ഒന്നും നിൽക്കേണ്ട. അത് നമ്മുടെ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ടെൻഷൻ അടിക്കുന്നതനുസരിച്ച് കുഞ്ഞിനും ആ ഒരു ഹോർമോണൊക്കെ ചെന്നിട്ട് പ്രശ്നമാവാനുള്ള ചാൻസസ് ഉണ്ട്. അതൊന്നും നിൽക്കേണ്ട. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. അപ്പോൾ ഡോക്ടർ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലാണ്ട് നോർമലാണ് കേട്ടോ. പിന്നെ ആ കുട്ടി 2 വട്ടം എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വട്ടം കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു. ഇപ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതിന് മുമ്പാണ് ആ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്നൊരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടി, ശ്രീലക്ഷ്മി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു, ചേച്ചി എൻ്റെ പേര് പറയുമെന്ന് ചോദിച്ചിട്ട് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേര് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം കമൻറ്റ് കണ്ടിട്ട്. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് ഈ പെയിൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. 3 ടൈപ്പായിട്ടാണ്. ആദ്യത്തെ പെയിൻ ഞാൻ പറഞ്ഞ കണക്ക് ചെറിയ പെയിൻ ആയിരിക്കും. രണ്ടാമത്തെ പെയിൻ അതുപോലെ ടൈം വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ഇപ്പോൾ ഒരു പെയിൻ വന്നു, പിന്നെ അടുത്ത പെയിൻ ചിലപ്പോൾ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പെയിൻ വരുന്നത്. പക്ഷേ ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഉള്ള പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് കൂടുമ്പോൾ ആ പെയിൻ ഉണ്ടാവും. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പെയിൻ ഉണ്ടല്ലോ, ആ പെയിനൊക്കെ കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കൂടിയ പെയിൻ ആയിരിക്കും വരുന്നത്. അത് കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും. മറ്റേത് പെട്ടെന്ന് പോവും, ഇത് സാധനം കുറച്ച് നേരം നിൽക്കും. മറ്റേതൊരു 10 സെക്കൻഡ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 30 സെക്കൻഡ്സ് നിന്നിട്ടായിരിക്കും പോണത്. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാര്യം നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് പലർക്കും ഓരോ കമൻസ്, എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല പല കമൻസ് കാണുമ്പോഴും പലർക്കും അതൊരു എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3ാമത്തെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെയിനാണ്. ആ പെയിനിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ശരീരം തളരുന്ന പോലെ ഒരു പെയിനാണ്. അത് നിങ്ങൾ പേടിക്കേണ്ട. ഈ പ്രസവവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര എന്തോ സംഭവമാണ്, നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടുന്ന വേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പലരും പേടിപ്പിക്കും. ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം ഇതാണ്, ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. നമുക്കതൊരു എല്ല് പൊട്ടുന്ന വേദന അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡി ഒരിക്കലും രണ്ടാമത്തെ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് 3rd ഡെലിവറിക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യില്ല. അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെ കൊണ്ടിട്ട് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ അത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാശി ബേബി കരച്ചിൽ, കുഞ്ഞു ബേബിയും കരച്ചിൽ. കുഞ്ഞു ബേബിക്ക് പാൽ കൊടുത്തിട്ട് അമ്മാമ്മ ഏൽപ്പിച്ച് ഇനിയിപ്പോൾ ഉറങ്ങാനുള്ളതാണ്. കാശി ബേബി എന്നെ കാണാത്തോണ്ടിട്ടാണ്. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്? ഈ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹിക്കാൻ പറ്റുന്ന പെയിൻ തന്നെയാണ്. ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ അല്ല. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ തന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകും. അത് മൈൻഡിൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം പെയിൻ കുറവായിട്ട് ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെയാണ് മൈൻഡിൽ സെറ്റാക്കി വെച്ചത്. എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ആയിരിക്കും എന്ന് മൈൻഡിനെ കൺട്രോൾ ചെയ്തു. സോ അത് ഞാൻ ആദ്യം തരുന്നൊരു ടിപ്പാണ്. ചിലർ പറയും ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റത്തില്ല, ഇനി ഞാൻ ഡെലിവറി നോക്കൂല എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ തന്നെ ഒരു 2 വർഷം ആകുമ്പോഴത്തേനും നെക്സ്റ്റ് ബേബീനെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊന്നും കൈക്കൊള്ളണ്ട, നിങ്ങൾക്ക് പറ്റും. നമ്മുടെ ബോഡിക്ക് സഹിക്കാൻ പറ്റുന്നൊരു വേദന തന്നെയാണ്. അത് മാത്രം ചിന്തിച്ച് വെച്ചാൽ മതി കേട്ടോ. പലർക്കും പല രീതിയിലാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു. ഈ ഒരു സാധനം നിങ്ങൾ ചിന്തിച്ച് വെക്കുക, സഹിക്കാൻ പറ്റുന്ന വേദനയായിരിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. എനിക്ക് നോർമൽ ഡെലിവറിക്ക് പറ്റും എന്ന് പറഞ്ഞ് തന്നെ മൈൻഡിനെ ഒരു സെറ്റാക്കി വെക്കുക. നമുക്ക് ലേബർ റൂമിൽ കയറുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഓർത്ത് വെക്കുക. എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് താങ്ങാൻ പറ്റുന്ന പെയിൻ തന്നെ ആയിരിക്കും എനിക്കുണ്ടാവുന്നത് എന്ന് ചിന്തിച്ചു വെക്കാം. പിന്നെ സെക്കൻഡ് ഞാൻ ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ
ആദ്യത്തെ ആ ഒരു പെയിൻ വന്ന ഫസ്റ്റ് സ്റ്റേജിൽ ചെറിയ ചെറിയ പെയിൻസാണ്. അപ്പം ഞാൻ ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്തത്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് പലരും പറഞ്ഞു തരും. ആദ്യത്തെ പെയിനൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബഹളമൊന്നും വെച്ചത് നോർമൽ കൂളായിട്ട്, രണ്ടാമത്തെ പെയിൻ വന്നപ്പോഴും ഞാൻ കൂളായിട്ട് തന്നെ കിടക്കുമായിരുന്നു. കറണ്ട് പോയി. ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വരാം. ടാറ്റ. കറണ്ട് വന്നു. ഇവിടെ ഇപ്പം അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് പോയും വന്നും ഒക്കെ നിൽക്കുകയാണ്. എല്ലായിടും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേനും ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്തത്. അതായത് നന്നായിട്ട് ശ്വാസം എടുക്കുക. ഈ ഒരു സംഭവം ഇതാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ മൂന്നാമത്തെ സ്റ്റേജിലും ചെയ്യാൻ നോക്കി, പക്ഷെ ആ വേദനയ്ക്കകത്ത് നമുക്ക് ഒന്നും പറ്റത്തില്ല. അയ്യോ അമ്മ എന്ന് മാത്രം ഞാൻ അമ്മച്ചിയെ എന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും നമുക്ക് പറ്റത്തില്ല. മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് ഈ ഒരു എക്സസൈസ് കഴിഞ്ഞാൽ വേദന അറിയത്തില്ല എന്നാണ് പറയുന്നത്. സംഭവം എക്സസൈസ് ചെയ്യുമ്പോൾ വേദന അറിയാത്തല്ല, നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. ശ്വാസം എടുക്കാനുള്ള ആ ഒരു ധൃതി, വിടാനുള്ളത്. നമ്മൾ ആദ്യത്തേത് എടുത്തിട്ട് സമാധാനമായിട്ട് ഇട്ടാലും മതി കേട്ടോ ബ്രീത്തിങ്. ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ അത്ര പെയിനൊന്നും ആയിരിക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ. സോ നോർമൽ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോണത്. എൻ്റെ ആദ്യത്തെ ഡെലിവറിയുടെ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യാനൊന്നും ആദ്യത്തെ കണക്ക് തന്നെയായിരുന്നു കേട്ടോ. വലിയ ആദ്യത്തെ പെയിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പെയിൻസ് തന്നെയായിരുന്നു. പിന്നെയാണ് അത് കൂടി വന്നത്. അപ്പം ഇതാണ് മെയിൻ ഒരു കാര്യം, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഈ സംഭവം ചെയ്ത് രണ്ടാമത്തെ സ്റ്റേജിലൊക്കെ നമുക്കിത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നന്നായിട്ട് നഖമൊക്കെ വെട്ടിയിട്ട് പോവുക കേട്ടോ. ഞാൻ നഖം വെട്ടിയിട്ടില്ലായിരുന്നു, പക്ഷേ ഇത്ര ഇല്ലായിരുന്നു, നഖം ഒന്ന് കുറവായിരുന്നു. സോ നന്നായിട്ട് കൈ ടൈറ്റാക്കി മുറുക്കി പിടിക്കുക. ഇതാണ് ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു. അതായത് സംഭവം ഇത് ആരും പറഞ്ഞു തന്നില്ല കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി ഈ എക്സസൈസിന് അതും കാര്യങ്ങളിലോട്ടും ഒക്കെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഫസ്റ്റ് ആ ഒരു സ്റ്റേജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കിടക്കുമായിരുന്നു. അവർ മോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ടിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ആദ്യത്തെ പെയിൻ്റെ ഒക്കെ ടൈമിൽ റൂമിലൊക്കെ പൊയ്ക്കൊള്ളാൻ പറയും. ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണെങ്കിൽ റൂമിലൊക്കെ പൊയ്ക്കൊള്ളാൻ പറയും. അപ്പോൾ ഇടയ്ക്ക് നടക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഭയങ്കര വലിച്ച് നടക്കാനല്ല, നോർമലി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സെർവിക്സ് ഓപ്പൺ ആവാനും നെക്സ്റ്റ് പെയിൻ അടുത്ത സ്റ്റേജ് പെട്ടെന്ന് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. അതല്ലാണ്ടിട്ട് ഇരുന്നിട്ട് ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ ഉണ്ട്. അത് ആ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ പോയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ മറ്റേ ബലൂൺ വെച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്നിട്ട് ചെയ്യുമല്ലോ, അത് ചെയ്യാൻ പറ്റും. അത് എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. നടക്കുന്നത് ഓക്കെയാണ്, പക്ഷെ നടക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ ഒരു ഹോസ്പിറ്റലിൽ സമ്മതിക്കുമെങ്കിൽ മാത്രം നടക്കാം. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഞാൻ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന ഈ സംഭവം ചെയ്തു. അതുപോലെ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അതാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധമല്ല, ഒരു 50%, ഒരു 75% പെയിൻ എനിക്ക് ഫീൽ ചെയ്തില്ല. കാര്യം നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്നതുകൊണ്ടിട്ടും പകുതി മാത്രമേ അയ്യോ എനിക്ക് വേദന എടുക്കുന്നു എന്നൊരു വേദന ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ തോന്നുള്ളൂ. പിന്നെ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്തു. 1 2 3 4 5 6 എന്ന് പറഞ്ഞുകൊണ്ട് നമ്പേഴ്സ് കൗണ്ട് ചെയ്തു. ഇതും ആരും പറഞ്ഞു തന്നെയല്ല, ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയതാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അവിടെ നിന്ന് നേഴ്സുമാർ പറഞ്ഞു തന്ന കാര്യമാണ് നന്നായിട്ട് ശ്വാസം എടുക്കുക, ഇത് വായിക്കൂടെ കളയുക എന്നുള്ളത് അവിടെ നിന്ന് നേഴ്സുമാർ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ മുകളിലേക്ക് ശ്വാസം എടുത്തിട്ട് വായിക്കൂടെ കളയുക എന്നുള്ളത് അവർ പറഞ്ഞു തന്നെയാണ്. ആദ്യത്തേൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, വായിക്കൂടെ തന്നെയാണ് മൂക്കിക്കൂടെ എടുത്ത് വായിക്കൂടെ ശ്വാസം കളഞ്ഞു. രണ്ടാമത്തേത് കുറച്ച് ഉച്ചത്തിൽ സൗണ്ട് വെച്ചുകൊണ്ടിട്ട് ഈ സംഭവം ചെയ്തു. ഇത് ഭയങ്കര നല്ലൊരു എക്സസൈസാണ് കേട്ടോ. എക്സസൈസ് മീൻസ് അത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ്, മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. കൺട്രോൾ ചെയ്യില്ല, മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അത് നമുക്ക് വേദന ഉണ്ടാവും, പക്ഷേ മൈൻഡിൽ നമുക്ക് വേദന ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല.
ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് തരണം കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരുവിധം പെയിനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ സത്യം പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു സംഭവം തന്നെയാണ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ആ രണ്ടാമത്തെ സ്റ്റേജ് വന്നപ്പോഴാണ് ഞാൻ വായിക്കൂടെ വിട്ടിട്ട് കുറച്ച് ഉച്ചത്തിൽ പറയുന്നത്. മൂന്നാമത്തത് ഇതേ കണക്ക് തന്നെ നല്ല രീതിക്ക് എടുത്തിട്ട് വായിക്കൂടെ കുറച്ച് സൗണ്ടോടെ കൂടിയിട്ട് വിടുകയാണ്, ശ്വാസം വിടുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ഒരുപാട് അറിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടത്തില്ല. മൂന്നാമത്തെ പെയിൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് വരും കേട്ടോ. ആദ്യത്തേത് വന്നത് നമുക്കൊരു 20 മിനിറ്റ്സ് ഇടവിട്ടാണെങ്കിൽ, ഒരു 50 മിനിറ്റ്സ് ഇടവിട്ടാണെങ്കിൽ, രണ്ടാമത്തെ വരുന്ന ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ്സ് ഇടവിട്ടായിരിക്കും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും വരുന്നതും പോണതും. ആ പെയിൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും. ആദ്യത്തെ പെയിനൊക്കെ ജസ്റ്റ് ഒരു 30 സെക്കൻഡൊക്കെ വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് ആയിരിക്കും വന്നു പോകുന്ന പെയിനാണെങ്കിൽ. രണ്ടാമത്തെ അതേ കണക്ക് തന്നെയാണ്, വലിയ ടൈം ഡ്യൂറേഷൻ ഒന്നും ഇല്ലാണ്ടിട്ട് വന്നു പോണതാണ്. പക്ഷേ ഈ മൂന്നാമത്തെ സ്റ്റേജിലുണ്ടല്ലോ ആ പെയിൻ അത്യാവശ്യം കുറച്ച് നേരം നീണ്ടു നിൽക്കും. അതുവരെ കിടന്നിട്ട് പൊളയണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പറ്റുന്ന പെയിനാണ്, നമുക്ക് പറ്റും, നമ്മളെക്കൊണ്ട് നോർമൽ ഡെലിവറിക്ക് പറ്റും എന്നുള്ളത് മൈൻഡിൽ ഇതാക്കി വെച്ചേക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചുമ്മാ കിടന്നിട്ട് ആദ്യത്തെ പെയിൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ പെയിനിൽ അധികം ആർക്കും പുഷ് ചെയ്യാനൊന്നും തോന്നത്തില്ല. രണ്ടാമത്തെ പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ കിടന്നുകൊണ്ട് പുഷ് ചെയ്യാനുള്ള പരിപാടിയൊന്നും കാണിക്കരുത്. വജനിൽ മുറിവ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ നമുക്ക് തോന്നും, നമ്മുടെ ബോഡി നമ്മളോട് പറയും പുഷ് ചെയ്യണം എന്ന്, നമ്മുടെ ബോഡി നമ്മളോട് പറയും. അതുപോലെ തന്നെ ആ കൂടി നിൽക്കുന്ന സിസ്റ്റേഴ്സും ഡോക്ടറും ഒക്കെ പറഞ്ഞു തരും പുഷ് ചെയ്യേ എന്ന് പറയുമ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ടയേർഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, പ്രഷർ കൂടാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ നമുക്ക് നമ്മുടെ ബോഡി നമ്മളോട് ഡോക്ടർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ കിടന്നുകൊണ്ട് പുഷ് ചെയ്യാവുള്ളൂ. ചുമ്മാ കിടന്നുകൊണ്ട് വേദന വന്നു എന്നും പറഞ്ഞുകൊണ്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയണത് നല്ല രീതിയിൽ ടയേർഡ് ആവുകയും ചെയ്യും. പിന്നെ അത് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ആവാനുള്ള ചാൻസസും ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. കാര്യം എൻ്റെ കൂടെ ഡെലിവറി ടൈമിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇത് കണക്ക് രണ്ടാമത്തെ പെയിനൊക്കെ വരുന്ന ടൈമിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാർ അവിടെ സിസ്റ്റേഴ്സ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പുഷ് ചെയ്യല്ലേ, നല്ല രീതിക്ക് പെയിൻ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രം പുഷ് ചെയ്താൽ മതി എന്നുള്ളത് അവരവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ പറയുക, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്പേഴ്സ് കൗണ്ട് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മൈൻഡിൽ ഇതേ കണക്ക് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. നല്ല സന്തോഷം തരുന്നൊരു കാര്യം, ലൈക്ക് ഞാൻ കൂടുതൽ ആലോചിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗോകു നാട്ടിലോട്ട് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ ഡെലിവറി കഴിയുമ്പോഴത്തേന് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്ക് അതേ കണക്ക് നിങ്ങളുടെ സ്വീറ്റ് മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും നടക്കാൻ പോകണം അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ് നല്ല നല്ല മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് അന്നേരം നമ്മുടെ ആ ഒരു പെയിൻ എന്നൊരു സ്റ്റേജിൽ നിന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ. നമ്മുടെ സന്തോഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിൽ നിന്ന് നടക്കാൻ പോകണം, നല്ല ഹാപ്പിനെസ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നത് അന്ന് കാശിയുടെ കാര്യത്തിലായിരുന്നു. കാശി എന്താക്കും, ഫുഡ് കഴിക്കുമോ, ഇവരൊക്കെ കൊടുക്കുന്നതൊക്കെ അവൻ കഴിക്കുമായിരിക്കുമോ, എന്താവും എന്നൊക്കെ ഉള്ള ടെൻഷൻസായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഒന്ന് ഡൈവേർട്ട്, അല്ലെങ്കിൽ ആ ഒരു പെയിൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് എൻ്റെ ആ ഒരു ഇതൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ പോയി ഡെലിവറി അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നമ്മുടെ മൈൻഡിനോട് നമ്മൾ തന്നെ പറയുക ഈ പെയിനൊക്കെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പെയിനൊന്നും തോന്നില്ല കേട്ടോ. അത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ആ പെയിനൊക്കെ ഏത് വഴിക്ക് ഇറങ്ങിപ്പോണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു മുഖം കാണുമ്പോൾ നമ്മൾ അത്രയും നേരം അനുഭവിച്ച പെയിനൊന്നും പെയിനേ അല്ല എന്ന് നമുക്ക് തോന്നും. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവുവിന് കാശിക്കൊരു കുഞ്ഞനിയും വന്നു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വന്നു. സോ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയാം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു മൂമെൻറ്റിൽ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഒരു അമ്മ എന്ന നിലയിൽ നമ്മൾ ഭയങ്കരമായിട്ട് തൃപ്തിയാവുക അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്റ്റേജാണ് കേട്ടോ അത്. നല്ല ഭയങ്കര ഒരു ഇനി ഞാൻ അടുത്ത ഡെലിവറി വരെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമേ ഉള്ളൂ.
ആ ഒരു മൂമെൻറ്റിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഡെലിവറി ടൈമിലാണ് നടക്കുക. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആ ഡെലിവറി ആ ഒരു ബെഡിൽ കിടക്കുമ്പോൾ എനിക്ക് മൈൻഡിൽ ഇങ്ങനെ എനിക്ക് വേദന വരുമ്പോൾ ഞാൻ പറയും എൻ്റെ മോനെ ഒന്ന് പെട്ടെന്ന് വാടാ എന്നാണ് ഞാൻ അന്നേരം പറഞ്ഞത്. അപ്പം എനിക്ക് ആഗ്രഹം ആൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു. എനിക്ക് സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ചില എനിക്ക് നമ്മുടെ മൈൻഡ് നമ്മളോട് തന്നെ പറയുമല്ലോ ബോയ് ബേബി ആണ് എന്ന് പറയുമല്ലോ. സോ എനിക്ക് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇതേക്ക് പറഞ്ഞു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. സെയിം ആ ഒരു ഇത് തന്നെയായിരുന്നു രണ്ടാമത് പ്രഗ്നൻ്റ് ആയ ടൈമിലും എൻ്റെ മൈൻഡിൽ എനിക്കിനി മോനെ കൂടിയിട്ട് വേണം എന്ന് തന്നെയായിരുന്നു. സോ ആ ഒരു സ്റ്റേജിൽ ബേബിക്ക് ഒരു അനിയൻ വന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു മൂമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക, മൈൻഡിൽ സെറ്റാക്കി വെക്കുക. നമ്മളെ കൊണ്ടിട്ട് പറ്റുന്ന വേദനയാണ് എന്ന് ആദ്യത്തെ വേദന വരുമ്പോൾ തന്നെ മൈൻഡിൽ പറഞ്ഞു വെക്കുക. പിന്നെ അത് ഈ ഒരു സംഭവം ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ കൈ കൊണ്ടുപോകാം, പെട്ടെന്ന് അങ്ങ് വിടുക, പതുക്കെ ഇങ്ങനെ കൈ കൊണ്ടുപോകാം, പെട്ടെന്ന് അങ്ങ് വിടുക. അന്നേരം മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അത് ആദ്യത്തത് ഇങ്ങനെ മതി. പക്ഷെ എടുക്കുന്ന ആ ഒരു സൗണ്ടും പോകുന്ന സൗണ്ടും നമുക്ക് നമ്മുടെ ചെവിയിൽ കേൾക്കണം. വേറെ ഒന്നും ചിന്തിക്കണ്ട. എടുക്കുന്ന സൗണ്ടും പോകുന്ന സൗണ്ടും നമുക്ക് നമ്മളോട് തന്നെ കേൾക്കുന്ന രീതിയിൽ. രണ്ടാമത്തെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പം നല്ല രീതിയിൽ എടുക്കുക. എനിക്ക് കോൾ വന്നു, ഗൂഗിൾ വിളിച്ചാണ്. അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ മറന്നുപോയി. എനിക്ക് അങ്ങോട്ട് കുഴപ്പമുണ്ട്, പെട്ടെന്ന് മറന്നു പോകും. ആദ്യത്തെ ഞാൻ പറഞ്ഞ കണക്ക് മൈൻഡിനെ സെറ്റാക്കി വെക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണ് എന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. അത് പതുക്കെ ഇങ്ങനെ ആക്കുക, പെട്ടെന്ന് കളയാം, പതുക്കെ ആക്കുക, പെട്ടെന്ന് കളയാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പം ചെറുതായിട്ട് എടുക്കുക, കളയാം. അത് പിന്നെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 4 3 2 1 ഇങ്ങനെ കൗണ്ട് ചെയ്യുക. അതായത് 1 2 3 10 വരെയും 10 തൊട്ടിട്ട് 1 വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? കാശി അവിടെ ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ടിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യം അല്ലെങ്കിൽ മൈൻഡിനെ പോസിറ്റീവാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ അച്ഛൻ അവരൊക്കെ നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങുന്നത് നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുക. ഇങ്ങനെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീറ്റ് മൂമെൻറ്റ്സ്, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ആ ഒരു സ്വീറ്റ് മൂമെൻറ്റ്സ്, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ ടൈം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, നടന്നു പോയ കാര്യങ്ങളോ നടക്കാൻ പോണതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുക പെയിൻ വരുന്ന സമയത്ത്. പിന്നെ വേറെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാടി എന്തിപ്പാ അപ്പൊ ശരി എടിയാ കഥ കുറച്ച് ഞാൻ പോട്ടെ. ഇനിയിപ്പോ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല.